Hello guys, good morning and welcome back to my channel. It's a Monday today, so it's 6:30. Let's go to gym. നമ്മൾ ജിമ്മിലേക്ക് നടക്കുമ്പോൾ നമുക്കത് പറയാം. ഓക്കെ, സോ എന്തുണ്ട് വിശേഷം? സുഖമാണോ? നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടതിന് ശേഷം ഐ ഗോട്ട് എ വെരി, ഫോർ മീ ഇറ്റ്സ് എ വെരി ഹ്യൂജ് റെസ്പോൺസ് കേട്ടോ. കാരണം അബൌട്ട് 60-70 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൂടി. ആൻഡ് ഐ ഗോട്ട് 3,000 വ്യൂസ് ഇൻ ഓൾ ഫോർ ദറ്റ് വീഡിയോ അൺടിൽ ടുഡേ. സോ ഞാൻ ഇന്ന് രാവിലെ നോക്കില്ല, ഇന്നലെ നോക്കിയപ്പോഴത്തേക്കും അയ്യോ ഇന്നലെ രാത്രി നോക്കുമ്പോൾ 3,000 വ്യൂസ് ഉണ്ട് ആ വീഡിയോയ്ക്ക്. സോ ഫോർ മീ ദാറ്റ് ഈസ് വെരി ഹ്യൂജ്. വൈ? ബിക്കോസ് സാധാരണ എൻ്റെ വീഡിയോസ് അങ്ങനെ അത്ര വ്യൂ വരാറില്ല. സോ താങ്ക് യു സോ മച്ച് for liking the content and subscribing to my channel. So today I am going to show you my normal day-to-day life. ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ, എക്കോ അടിക്കുന്നു. സോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, സോ ടുഡേ യു ആർ ഗോയിങ് ടു സീ ഹൗ മൈ ഡേ ലുക്സ് ലൈക്ക്. എനിക്ക് തോന്നുന്നു ഈ വർഷം തുടങ്ങി ഫസ്റ്റ് വീഡിയോ ഐ ട്രൈ ടു ഷോ ദാറ്റ്. പക്ഷെ സത്യം പറയട്ടെ, ഞാൻ ആൾക്കാരൊക്കെ നോക്കുന്നേ ഈ കുട്ടി എന്ന് ചിരിക്കണം. ഒരാഴ്ച വർക്കൗട്ടാവും, അതായത് ഞാൻ ഇന്ന് കാണിക്കുന്ന രീതിയിൽ ഒരാഴ്ച വർക്കൗട്ടാവും, പിന്നെ ഒരാഴ്ച പോവും, വീണ്ടും ഒരാഴ്ച അങ്ങനെ പോവും, അതായത് എൻ്റെ പ്ലാൻ അനുസരിച്ച് പോവും, പിന്നെ അടുത്ത ആഴ്ച പോവില്ല. സോ ഇതൊരു റോളർ കോസ്റ്റർ മോഡിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഐ തോട്ട് നോ കൺസിസ്റ്റൻസി, നമുക്കതാണ് നമ്മുടെ മുഖ്യം എന്നും പറഞ്ഞാൽ. സോ ഐ എം ട്രൈയിങ് വെരി ഹാർഡ് ടു get into these habits. I have these habits in the mind, in the back of my head I have them, but it is not that easy. എനിക്ക് തോന്നുന്നു ഈ വർഷം തുടങ്ങിയ ഫസ്റ്റ് ജാൻ 2 ഇട്ട വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ 6:30 ഇറങ്ങുമ്പോൾ ട്രാഫിക് ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാമെന്ന്. I want to show you 1 second. See, ഇതൊരു സൈഡാ, എൻ്റെ പിന്നെ ആ സൈഡ് നോക്ക്, നല്ല ട്രാഫിക് ഉണ്ട്. ഇനിയിപ്പം ഞാൻ റോഡ് ക്രോസ് ചെയ്ത് വരുന്ന സൈഡിൽ അതിൻ്റെ അപ്പുറത്തെ ട്രാഫിക് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ നല്ല ട്രാഫിക് ഉണ്ട്. ദ ടൈം ഇസ് ആക്ച്വലി 6:45 ആൻഡ് ഇറ്റ് ഈസ് റിയലി ബിസി. ജാൻ 2 ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോയിൽ എല്ലാവരും ന്യൂ ഇയർ ബ്രേക്കൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് നൗ എവരി വൺ ഇസ് ബാക്ക്. കാരണം ഓഫ് കോഴ്സ് ജനുവരി തീർന്നല്ലോ. ജിമ്മിൽ ഇന്ന് പോയിട്ട് ഭയങ്കരമായ വർക്കൗട്ടൊന്നുമില്ല. വൈ? ബിക്കോസ് നോർമലി ഇന്ന് എൻ്റെ upper body day ആണ്, but I am not sure if I will do that workout. Instead cardio ചെയ്യണോ അപ്പർ ബോഡി ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. കാരണം എന്താണെന്നറിയോ, ഇന്നലെ രാത്രി എൻ്റെ ഉറക്കം ശരിയായതേ ഇല്ല. ഞാൻ 11:15 കിടന്നു. ബട്ട് ആഷിഖ് സാറ് രാത്രി കച്ചേരിയായിരുന്നു വീട്ടിൽ. ഫുൾ സൗണ്ട് വിട്ട് ഹി വാസ് സിംഗിങ്. ആൻഡ് എനിക്ക് 11:45 ഒക്കെ ആയപ്പോൾ ഐ വെൻ്റ് ആൻഡ് ടോൾഡ് ഹിം പ്ലീസ് കുറച്ചൊന്ന് സൗണ്ട് കുറയ്ക്കും. സോ കുറച്ചു. ഞാൻ ഒന്ന് ഉറങ്ങി വന്നപ്പോൾ ആഷിഖിൻ്റെ ഏതോ ഒരു ഫ്രണ്ട്, മിക്കവാറും കാനഡയിലുള്ള ഏതോ ഒരു ഫ്രണ്ടിനായിരിക്കും, വിളിച്ചിട്ട് കത്തിയടി. 12:30 വരെ എനിക്ക് ഭ്രാന്തായി. സോ ഐ കുഡൻറ്റ് സ്ലീപ്പ് ആൻഡ് ഐ വോക്ക് അപ്പ് അറ്റ് 5:30 ടുഡേ. സോ മൈ ബോഡി ഹായ്. എൻ്റെ പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യാനുള്ള സാധനത്തിൽ ഒരു പെണ്ണുണ്ട് നിർത്തിയിരിക്കേ. 2 സെക്കൻഡ് ഗൈസ്, റോഡ് ക്രോസ് ചെയ്യട്ടെ. അപ്പം ഞാൻ പറഞ്ഞത് പറയാൻ പറ്റിയിട്ടില്ല. സോ മൈ വൂപ്പ് ബാൻഡ് സേസ് ഐ ഹാവ് നോട്ട് അറ്റ് ഓൾ റിക്കവേർഡ്. ഒരു റിക്കവറി പോയിട്ട് ഐ ആം ഇൻ യെല്ലോ, നോട്ട് റെഡ്. മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ആം ഇൻ റെഡ്. സോ ഇറ്റ് ഹാസ് ആസ്ക്ഡ് മീ ടു ടേക്ക് ഇറ്റ് സ്ലോ. റെഡ് ആകുമ്പോൾ എൻ്റെ അടുത്ത് പറയും റെസ്റ്റ് എടുക്കും, എന്നൊരു പണി എടുക്കരുതെന്ന് പറയും. സോ അതിൻ്റെ ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ. ഇഫ് ഐ വോണ്ട് ടു ഡു കാർഡിയോ ഓർ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. ജിമ്മിൽ പോയിട്ട് എൻ്റെ അപ്പത്തെ മൂഡ് എങ്ങനെയാണ് അതനുസരിച്ച് ഐ വിൽ ഡിസൈഡ്. ജിമ്മ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷട്ടിലിന് വരും. കാരണം എന്താണെന്നറിയോ, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീക്ക്ലി മീൽ പ്രെപ്പ് കാണിച്ചു തന്നുള്ളത്. എന്നിട്ട് ഈ ശനിയാഴ്ച ഒരു പണിയെടുക്കാണ്ട് വീട്ടിൽ ചുമ്മായിരുന്നു. ശനി ഞായറും വി ഡോണ്ട് ഡു എനി കുക്കിംഗ്. സോ ആക്ച്വലി അയ്യോ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മീൽ പ്രെപ്പ് ഉണ്ടല്ലോ. ട്യൂസ്ഡേ ആയപ്പോൾ നമ്മുടെ തോരൻ എല്ലാം തീർന്നു. തേഴ്സ്ഡേ ആയപ്പോൾ ഫ്രിഡ്ജ് കാലി. അത്രയും ഫുഡ് ഉണ്ടാക്കില്ലേ, കംപ്ലീറ്റ് എല്ലാം തീർന്നു. തോരനൊക്കെ തീരാനുള്ള മെയിൻ റീസൺ വാസ് ഐ ഫോക്കസ്ഡ്. ആൻഡ് ഞാൻ ആഷിക്കിനും അങ്ങനെയാണ് ഇത്തവണ ലഞ്ച് പാക്ക് ചെയ്ത് കൊടുത്തതും. നമ്മൾ കൂടുതലും വെജിറ്റബിൾസ്
ആൻഡ് പ്രോട്ടീൻസിലാണ് വി പുട്ട് മോർ ഫോക്കസ് ദാൻ കാർബ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വീക്കെൻഡിൽ വി ഡിഡ്ന്റ് ഡു എനി മീൽ പ്രെപ്പ്. സോ ടുഡേ ഐ ഹാവ് ടു ഗെറ്റ് വെരി ബേസിക്, കുറച്ചെങ്കിലും 2 സവാള, തക്കാളി അങ്ങനത്തെ സാധനങ്ങൾ മേടിക്കണം എന്നുള്ളൊരു മൂഡിലാണ്. അപ്പോൾ ഞാൻ ജിമ്മ് കഴിഞ്ഞിട്ട് ഹിയർസ് ഷക്ലിൻ, ഇതാണ് നമ്മുടെ സ്ഥിരം ഗ്രോസറി മേടിക്കുന്ന പ്ലേസ്. സോ ആഫ്റ്റർ ജിം ഐ വിൽ കം ഹിയർ. ഐ വിൽ ടേക്ക് യു ത്രൂ അവർ ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. കുറേ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഒന്നും കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പം വീഡിയോ എടുക്കാനായിട്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കണം, ഞാൻ തന്നെ സാധനം എടുക്കണം, 2 കയ്യേ ഉള്ളൂ. നോക്കട്ടെ, ഐ വിൽ ട്രൈ ടു ഷോ യു ദി ഗ്രോസറി ഷോപ്പിംഗ് ആസ് വെൽ. ഞാനാണെങ്കിൽ റോഡിൽ കൂടെ ഇങ്ങനെ നടന്ന് സംസാരിച്ച് വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. വഴി കാണുന്ന ആൾക്കാരൊക്കെ എന്നെ തന്നെ നോക്കുക. എനിക്കാണെങ്കിൽ ഒരു ഉളപ്പുമില്ല. മൈ ഗോഡ്, ഇനി ഞാൻ ജിമ്മിൽ പോയിട്ട് നിങ്ങളെ കാണാം, കാരണം ഈ കയ്യും വേദനിച്ചു തുടങ്ങി. ബൈ ദ വേ ഗൈസ്, സൺറൈസ് ആയിട്ടേ ഉള്ളൂ. ഡു യു നോ വാട്ട് ഇസ് ദ ടെമ്പറേച്ചർ ഹിയർ ഇൻ UAE? It's 14 degrees and it feels like 13. സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഇയർ എൻ്റെ ഇത്ര തണുപ്പ് പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ പേ. അതായത് ലാസ്റ്റ് ഇയർ വിൻ്റർ സീൻ ഇവിടെ ഭയങ്കരമായിട്ടും ഇല്ലായിരുന്നു. ഇത്തവണ കണ്ട ജാക്കറ്റൊക്കെ ഇട്ടാ ഇറങ്ങിയിരിക്കണം. വീണ്ടും എന്നെ ആൾക്കാർ നോക്കണം. എനിക്ക് ഇപ്പം ഞാനത് പറഞ്ഞതിന് ശേഷം ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയി. അതുകൊണ്ട് ഞാനേ ഇനി ആക്ച്വലി ഞാൻ ജിമ്മ് എത്തിയിട്ട് വരാൻ കേട്ടോ. ഈ ബാക്കി കഥ പറയാം. നമ്മളങ്ങനെ സഹാറ സെൻ്ററെത്തി. ഇപ്പം ആരുമില്ല, എനിക്ക് സംസാരിക്കാം, എന്നെ ആരും നോക്കില്ല. ഓക്കെ, സോ ഐ വാസ് സേയിങ് ലൈക്ക് ഇറ്റ്സ് ആക്ച്വലി വെരി കോൾഡ് ഇൻ ദ മോർണിംഗ്സ് നൗ. ഈവൻ ഉച്ചയ്ക്കും എനിക്ക് ഇന്നലെ മാത്രമാണ് ഉച്ചയ്ക്ക് കുറച്ച് ചൂടുണ്ടായിരുന്നത്. അതർവൈസ് ഉച്ചയ്ക്കും നല്ലൊരു പ്ലസൻറ്റ് തണുപ്പ്, കാറ്റ് എല്ലാം ആണ്. കൊള്ളാം, നല്ല വെതർ. ലെറ്റ് മീ ഹിറ്റ് ദ ജിം. ഫിറ്റ്നസ് ഫസ്റ്റ് ഇസ് ഹിയർ. ഞാൻ കയറിയിട്ട് ലെറ്റ് മീ ഡിസൈഡ് ഓൺ വാട്ട് ഐ എം ഗോയിങ് ടു ഡു. കാർഡിയോ ആണോ സ്ട്രെങ്ത് ട്രെയിനിങ് ആണോ എന്നുള്ളൊരു തീരുമാനം എത്തട്ടെ. എനിക്ക് കൂടുതലും ചായുന്നത് കാർഡിയോയിലേക്കാണ്, പക്ഷേ എൻ്റെ മൈൻഡിൽ എനിക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കിപ്പോഴും നല്ലൊരു ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. സോ ആൻഡ് ഐ എം ഹംഗ്രി ഓൾസോ. ഇത് രണ്ടും കൂടെ വെച്ചിട്ട് ഞാനേ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്താൽ എനിക്ക് യാതൊരു സ്റ്റാമിന ഉണ്ടാവില്ല. ഐ വിൽ നോട്ട് കംപ്ലീറ്റ് മൈ റെപ്സ്. സോ ഐ തോട്ട് വൈ വേസ്റ്റ് ദാറ്റ് എനർജി. നമുക്ക് 30 ഡിഗ്രീസ് 12 ഡിഗ്രി ഇൻക്ലൈൻഡ് 30 minutes 3 സ്പീഡിലിട്ട് ത്രെഡ്മില്ലിൽ നടക്കാം. നല്ല ദിസ് ഇസ് എ വെരി എഫക്റ്റീവ് വേ ഇൻ ദ ത്രെഡ്മിൽ കേട്ടോ. നല്ല രസമുള്ള സാധനം. മല കയറുമ്പോൾ ഇരിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മറ്റേ വേർത്ത് കുളിക്കും. അപ്പോൾ ഞാൻ വർക്കൗട്ട് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. സംസാരമില്ല, ഞാൻ തിരിച്ചു. അയ്യോ, നന്നായി ഞാൻ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാത്ത കാര്യം എന്താണെന്നറിയോ? ആ ത്രെഡ്മില്ല് 30 minutes ഇട്ട് നടന്നല്ലോ, അതിൽ 9ാമത്തെ മിനിറ്റ് ആയപ്പോഴത്തേനാ ഞാൻ മറ്റേ പട്ടിയായി. അയ്യോ ഈ സീന്. അത് കഴിഞ്ഞ് 15th minute I was like why am I doing this? പുഷ് ചെയ്താണ് ഞാൻ 30 minute തീർത്തത്. എന്താ ഞാൻ കുറച്ച് സ്ട്രെച്ചും ഒരു 5 minute സൈക്ലിങ്ങും കൂടെ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. So the reason why I said it's good that I didn't do strength training is because നമ്മുടെ കാർഡിയോ തന്നെ ഞാൻ ചെയ്യാൻ കഷ്ടപ്പെട്ടു. സോ ഇന്നത്തെ സ്ട്രെങ്ത് ട്രെയിനിങ്, അതായത് എൻ്റെ അപ്പർ ബോഡി വർക്കൗട്ട്സിൽ മിക്കതും വെയിറ്റ് ആണ്. മിക്കതും അല്ലേ, കംപ്ലീറ്റ് വെയിറ്റ്സ് ആണ്. അതായത് ദർ ഇസ് ലൈക്ക് എ ബാർബെൽ കേൾ 10 kg ആണ് ഞാൻ യൂസ് ചെയ്യണേ. പിന്നെ ലാറ്റ് പുൾ ഡൗൺ, അങ്ങനത്തെ അത് മാത്രമല്ല മറ്റേ ചെസ്റ്റ് പ്രസ്, എവറി സിംഗിൾ വർക്കൗട്ട് ദാറ്റ് ഐ എം ഡൂയിങ് ഐ എം പുട്ടിങ് നല്ലൊരു വെയിറ്റ്. ഭയങ്കരമായിട്ടൊന്നുമില്ല കേട്ടോ, സ്റ്റാർട്ടിങ് ആയിട്ട് എനിക്ക് തന്നെ ഒരു ടാർഗറ്റ് വെയിറ്റ് ഉണ്ട്, അതിലാണ് ചെയ്യണം. ബട്ട് സ്റ്റിൽ അത് വെയിറ്റ്സ് ആണ്. എൻ്റെ ബോഡി റിക്കവർ ആയിട്ടില്ല എന്നാണ്. സോ വാട്ട് ഇസ് റിക്കവറി ഇസ് ദാറ്റ് ദിസ് ഇസ് എ വൂപ്പ് ബാൻഡ്. അപ്പം ഈ വൂപ്പ് ബാൻഡ് ഇടുമ്പോഴത്തേക്കും ഇറ്റ് ഡിറ്റക്ട്സ് യുവർ മൂവ്മെൻറ്റ്സ്, ഇറ്റ് ഡിറ്റക്ട്സ് യുവർ സ്ലീപ്പ്, ഓൾ ഓഫ് ദോസ്, ആൻഡ് ഇറ്റ് ഗിവ്സ് യു നമ്മുടെ ബോഡിയിലെ റിക്കവറിയും നമ്മുടെ ബോഡി എങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്നൊക്കെ ഒരു ഇൻഫർമേഷൻ തരും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് എനിക്ക് വലുതായിട്ടില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് വൂപ്പ് ബാൻഡിലെ സംഭവങ്ങൾ. സോ ഇഫ് യു ആർ ഓൺ ഗ്രീൻ യു ആർ ഗുഡ്. നിങ്ങൾക്ക് യു ക്യാൻ ഡു മോർ വർക്കൗട്ട്സ്, യു ക്യാൻ ചലഞ്ച് യുവർ സെൽഫ്. If you are on yellow, you need to not put a lot of strain on your body. If you are on red, do not do any. അത് റെസ്റ്റ് വേണം എന്നാണ് പറയുന്നത്. അയ്യോ വെയിറ്റ്, ശക്ലനെത്തി കറക്റ്റ്. അത്
സോ ദിസ് ഈസ് ഷക്ലേൻ. ഇവിടെയാണ് ഞങ്ങളുടെ സ്ഥിരം, നമ്മൾ ഫുൾ ടൈം ഗ്രോസറി ഷോപ്പിംഗ് ഇവിടെയാണ് ചെയ്യാറ്. സോ വി നീഡ് എ കപ്പിൾ ഓഫ് വെജിറ്റബിൾസ് ബേസിക്കലി. സോ പച്ചമുളക് വേണം, പയർ വേണം, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് എടുക്കട്ടെ. നമ്മൾ സ്ഥിരം മേടിക്കണ തക്കാളി ഇതാട്ടാ, റോമ തക്കാളി. റോമ എന്നാണ് തോന്നുന്നു. ഓ, ഇന്ന് ഗ്രീൻ ഹൗസ്, വാട്ട് എവർ ഇറ്റ് ഇസ്. സ്ഥിരം നമ്മൾ ഇവിടെ നിന്ന് എടുക്കാറ്. നല്ല ഫേം തക്കാളി. നമ്മൾ പുളിശ്ശേരിക്ക് മേടിക്കുന്ന തൈര് ഇതാണ് കേട്ടോ. ദിസ് ബ്രാൻഡ് നമുക്ക് നാട്ടിൽ കിട്ടും പോലെ നല്ല പുളിയുള്ള കാലക്കം തൈര് കിട്ടും. ഐ മീൻ ലൈക്ക് തൈരാണത്. സോ ഐ ഗോട്ട് വെള്ളരിക്ക ഓൾസോ. സോ ഐ തോട്ട് വെള്ളരിക്കയിട്ട് പുളിശ്ശേരിയാക്കാന്നുള്ള മൂഡിലാണ്. പിന്നെ സാധാരണ ഇവിടെയാണ് നമ്മുടെ ഓൾ സോർട്ട്സ് ഓഫ് എന്താ പറയുക റെഡിമെയ്ഡ് സാധനങ്ങൾ കിട്ടുക. റെഡിമെയ്ഡ് മീൻസ് ലൈക്ക് ഇൻസ്റ്റൻറ്റ്. നമ്മൾ മേടിക്കുന്ന ബ്രാൻഡ് ഇതാ, ഉടുപ്പീസ് ദോശമാവ്. നല്ല ദോശ കേട്ടാ, ഉടുപ്പി ബ്രാൻഡിൻ്റെ. പിന്നെ ഇടിയപ്പം നമ്മൾ എടുക്കാറ് ഉടുപ്പിയാണോ ഉദയാണോ? ഐ തിങ്ക് ഇറ്റ്സ് ഉടുപ്പി. എനിക്ക് ഓർമ്മയില്ല, ഞാൻ മടച്ചു വയ്ക്കട്ടെ ഒറ്റ സെക്കൻഡ്. ഉടുപ്പിയാണോ ഉദയാണോ എന്ന്. ഐ വാസ് റോങ് ഗൈസ്. ഉദയാണ്. ദിസ് ഇസ് ദി നല്ല ദോശമാവ്. ദോശമാവ് കിട്ടി. സാധാരണ നമ്മൾ ദോശ, പിന്നെ ഇടിയപ്പം ആൻഡ് ചപ്പാത്തി എടുക്കുക. ചപ്പാത്തി ഇഫ് ഐ എം നോട്ട് റോങ് ഐ ഹാവ് വീട്ടിലുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്നാലും വേണം ഒരു പാക്കറ്റ് വെറുതെ എടുക്കാം. ചപ്പാത്തി മൈ ഫേവറേറ്റ് ഇസ് ദിസ് ബ്രാൻഡ്, ഭവനില്ല ശരവണ. ഞാൻ വെരി ബേസിക് ഷോപ്പിംഗ് ഇസ് ഡൺ. ലൈക്ക് തക്കാളി, പച്ചമുളക്, സവാള, വെള്ളരിക്ക, വാട്ടർമെലൻ, പിന്നെന്താ ക്യാരറ്റ്, കുക്കുംബർ. ക്യാരറ്റും കുക്കുംബറും ബീട്രൂട്ടും ഇല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ ഒരാഴ്ച നിർബന്ധമാണ്. ക്യാരറ്റ്, കുക്കുംബർ ആൻഡ് ബീട്രൂട്ട് ഇസ് ലൈക്ക് എ സ്റ്റേപ്പിൾ തിങ് ഇൻ അവർ ഹൗസ്. സോ അതൊക്കെ എടുത്തു. പിന്നെ ദോശമാവും ചപ്പാത്തിയുടെ എടുത്തു. നൗ ലെറ്റ് us go for billing. ഇവിടെ ഇല്ലേ ഷക്ലനിൽ നല്ല മീൻ കിട്ടും, ഫ്രഷ് ഫിഷ്. ഞാൻ വ്ളോഗ് ചെയ്യാം. ഇന്ന് മീനൊന്നും വന്നിട്ടില്ല, വരും, കുറച്ച് രീതി വരും. സാധനങ്ങളൊക്കെ വരണേ ഉള്ളൂ, രാവിലെ 8 മണി ആയിട്ടില്ലല്ലോ. സോ ലെറ്റ് us go and ബില്ലടിക്കൽസ്. ഗൈസ്, സോ വി ആർ ഡൺ വിത്ത് ദ ഷോപ്പിംഗ്. ഞാൻ പറഞ്ഞില്ലേ വളരെ ബേസിക് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ സാധാരണ സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാറില്ല. വേറൊന്നും കൊണ്ടല്ല, ഹരിശ്രേഷകം പറയും പോലെ എനിക്ക് എഴുതാനല്ലേ അറിയുള്ളൂ, വായിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് പോലെ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയുള്ളൂ. നല്ല സാധനം നോക്കിയെടുക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. സോ ആഷിക്കാണ് സാധാരണ എൻ്റെ കൂടെ ഗ്രോസറി ഷോപ്പിങ്ങിന് വരാറ്. ആഷിക്കാണ് നോക്കിയെടുക്കണതും വെജിറ്റബിൾസൊക്കെ. ഇന്ന് എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ എടുത്തു. എൻ്റെ അമ്മേ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോഴേ ഞാൻ ഇനി വീട്ടിൽ പോയിട്ട് വരാം. ഐ വിൽ ടോക്ക് ടു യു. ഹായ് പോലീസ്. കാരണം എന്താണെന്നറിയോ, അമ്മേ നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഐ വിൽ ഗോ ഹോം ആൻഡ് കം ബാക്ക്. ഓക്കെ, ഐ ആം ബാക്ക് ഹോം. ഞാൻ ഈ ഗ്രോസറി ഒന്ന് സോർട്ട് ചെയ്യട്ടെ. അത് കഴിഞ്ഞ് ഐ വിൽ ടേക്ക് എ ഷവർ ആൻഡ് ദെൻ ഐ വിൽ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഇതിനൊക്കെ സമയമുണ്ടോ ഞാൻ നോക്കട്ടെ. ധാരാളമുണ്ട്. 8:20 ഓൺലി. 9 മണിക്ക് എനിക്ക് ജോലിക്ക് ഇരുന്നാൽ മതി. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്നിട്ട് I will sort out my breakfast and the groceries. Okay. കുളിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നടന്നൊക്കെ വന്നല്ലേ 2 മിനിറ്റ് ഇരിക്കാമെന്ന്. ആ 2 മിനിറ്റ് 40 മിനിറ്റ് ആയിപ്പോയി. നല്ല സുഖം ഉണ്ടായിരുന്നു ഇരിക്കാൻ. സമയമൊക്കെ പോണപ്പോൾ ഓക്കെ. ഞാൻ ഊഹിക്കാമല്ലോ, നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പയ്യെ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യും. അതിലാണ് എൻ്റെ കംപ്ലീറ്റ് കാൽക്കുലേഷൻ പോയത്. ഞാൻ ഒരു 5 മിനിറ്റ് എന്നോട് പറയുന്നുണ്ടായിരുന്നു എണീറ്റ് പോയി കുളിക്കും. പക്ഷേ സത്യമായിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഇരുന്ന് പോയതാണ്. അപ്പം ഞാൻ ഇനി ജോലിക്ക് ഇരിക്കട്ടെ. 12 o'clock ഞാൻ ബ്രേക്ക് എടുക്കും. അപ്പോൾ ഞാൻ വരാം. ഓക്കെ, ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് വരാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. ഇപ്പോൾ സമയം രാത്രി 7. കാരണം വേറൊന്നുമല്ല, ലഞ്ച് ബ്രേക്ക് എടുത്തല്ലേ വരാൻ പറ്റുള്ളൂ. നല്ല പണിയുണ്ടായിരുന്നു. സോ നൗ ലെറ്റ് us go to the kitchen. We have a lot of പണി. ഞാൻ പറഞ്ഞില്ലേ പ്രപ്പ് ഇന്നലെ ഇല്ലായിരുന്നു. ഐ മീൻ വീക്കെൻഡിൽ പ്രപ്പ് ചെയ്തിട്ടില്ല. സോ വി ഹാവ് ടു മേക്ക് എ ലോട്ട് ഓഫ് തിങ്സ് ഫോർ നാളെ മറ്റന്നാളൊക്കെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ
അതിനുള്ള പ്രപ്പ് ചെയ്യട്ടെ. പ്രപ്പല്ല, മോസ്റ്റ്ലി കുക്കിംഗ് തന്നെയാണ് ചെയ്യാൻ പോണം. സോ ഐ വിൽ ഡു ദാറ്റ് ആൻഡ് ഐ ഹാവ് എ കപ്പിൾ ഓഫ് തിങ്സ് ടു ടോക്ക് ടു യു. ഒരു എക്സൈറ്റിംഗ് ന്യൂസ് അബൌട്ട് റെൻറ്റ്. ദുബായിൽ റെൻറ്റിൻ്റെ, ദുബായിൽ കേട്ടോ, വേറെ എമിറേറ്റ്സില്ല, ദുബായിൽ റെൻറ്റിൻ്റെ ഒരു സാധനം ഞങ്ങൾ ഇന്ന് കണ്ടുപിടിക്കുകയും അത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ I thought I will share that with you as well. First, let me clear out this area and I will come back. Just give me 2 minutes. I want to say 2 things. ഈ 2 തിങ്സിൽ ഒരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ 2-3 തവണ ഇടയ്ക്ക് വെച്ച് ഞാൻ കട്ട് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അതെൻ്റെ പ്രശ്നമാണ്. ലൈക്ക് ഞാനൊരു കാര്യം സംസാരിച്ചു തുടങ്ങിയിട്ട് വേറൊരു കാര്യത്തിലേക്ക് പോകും. അത് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് മനസ്സിലായെന്നും എനിക്ക് തോന്നുന്നു. ഈ വീഡിയോയിലും അതൊക്കെ തന്നെയാണ് അവസ്ഥ. സോ what I was saying that I kept on repeating and it got broken off was about this Whoop band. ഇതിൻ്റെ റിക്കവറിയും കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സോ ബേസിക്കലി നമ്മളെപ്പോൾ ഉറങ്ങുന്നു, നമ്മുടെ സ്ലീപ്പ് നന്നായിട്ട് അത് ട്രാക്ക് ചെയ്യും. നമ്മുടെ ഫുഡ് ഇൻടേക്ക്, വാട്ടർ ഇൻടേക്ക്, ഓൾ ഓഫ് ദിസ് ഫുഡ് ആൻഡ് വാട്ടർ വി ഹാവ് ടു ലോഗ്. ബട്ട് എനിക്ക് തോന്നുന്നു HRV എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. സോ ദാറ്റ് is calculated. So that is one of the main factors for recovery. നമ്മൾ irrespective of even if you sleep for 8 hours, HRV കുറവാണെങ്കിൽ റിക്കവറി കുറവായിരിക്കും. സോ ഈ HRV എന്താണെന്ന് ഞാൻ നോക്കിയപ്പോഴാണ് അത് നമ്മൾ ഈ എത്ര കറക്റ്റ് സമയത്താണ് ഫുഡ് കഴിക്കുന്നത്, നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടോ, നമ്മുടെ ഹാർട്ട് റേറ്റിൻ്റെ സംഭവമാണത്. അങ്ങനെയാണ് ഈ വൂപ്പ്. ഇറ്റ് സജസ്റ്റ്സ് യു to take rest when you are not recovered, when your body is not feeling well, and you have to actually follow it. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ I think gradually your body will actually not be recovered and അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ സംസാരിക്കണമെന്ന് വിചാരിച്ചത്, ലാസ്റ്റ് വീഡിയോ when I put that കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്ത് കറക്റ്റാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട്. Now we actually saw a video today കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ആഷിക്കിന് നമ്മുടെ ഒരു ഫ്രണ്ട് അയച്ചു കൊടുത്ത വീഡിയോ ആണ്. ആൻഡ് വി ട്രൈഡ് ദിസ് ഔട്ട്. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പോവാം. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ആൻഡ് യു ഗോ ദെയർ, യു എൻറ്റർ യുവർ ഇജാരി നമ്പർ ആൻഡ് റോബോട്ട് അല്ല എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഷോ യു വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ദ, നിങ്ങളുടെ അവിടെ റെൻറ്റ് കൂട്ടാൻ പറ്റില്ലേ എന്നൊക്കെ ഉള്ളൊരു സംഭവം കാണിക്കും. സോ ഇൻക്രീസ് ഇൻ റെൻറ്റ് പെർസെൻറ്റേജ്, സംതിങ് ലൈക്ക് ദാറ്റ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ, ദ ലാൻഡ് ലോഡ് കെൻ നോട്ട് ഇൻക്രീസ് ദ റെൻറ്റ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഞങ്ങളുടെ ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റിൽ അർബാബ് എന്ന് പറയുന്ന ആൾ വളരെ നല്ലൊരു വ്യക്തിയാണ് കേട്ടോ. സോ ഇഫ് വി ഗോ ടു ഹിം ആൻഡ് സേ ഇങ്ങനൊരു ഡോക്യുമെൻ്റ് ഉണ്ട്, നമുക്ക് കൂട്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അയാൾ പറയും പോയി പള്ളി പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നേരെ ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വിളിച്ച് കാര്യം ചോദിക്കാം. what can be done എന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചു. So I called them and I inquired. Like in this document it is saying that the increase in rent is not applicable. Increase percentage is also no increase. So but my landlord has increased the rent for the renewal date. എന്താ ചെയ്യാൻ പറ്റാമെന്ന് ചോദിച്ചു. And he told me that you go to your nearest Ijari center and you open a case with them saying, ഇങ്ങനെയാണ് സംഭവം, I want to renew with the same benefits I am getting this time itself. അതായത് ഞാനിപ്പോൾ കൊടുക്കുന്ന അതേ റെൻറ്റ് തന്നെയാണ് എനിക്ക് കൊടുക്കാനുള്ളത് എന്ന് എന്താക്കുക, കേസ് ഓപ്പൺ ചെയ്യുക. Within 5 days they will contact you and in that 5 days you will only have to pay the same rent that you are paying right now. സോ നമ്മളിത് കേസായിട്ട് ഫയൽ ചെയ്തിട്ടില്ല. വൈ? ബിക്കോസ് ഞങ്ങൾക്ക് ഏപ്രിലാണ് റെൻറ്റ് റിന്യൂ ചെയ്യേണ്ട ഡേറ്റ്. സോ ഐ സ്പോക്ക് ടു ആർ ബിൽഡിങ്ങിലെ ഓഫീസിലെ ഒരു ആളുടെ അടുത്ത് സംസാരിച്ചു. അയാൾ പറഞ്ഞു ഞങ്ങൾ അർബാബിൻ്റെ അടുത്ത് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംസാരിച്ചിട്ട് ഒന്നും ആയില്ലെങ്കിൽ ഐ വിൽ ഗോ ടു ദി ഇജാരി സെൻറ്റർ ഫോർ ഷുവർ. കാരണം വൈ ഷുഡ് ഞങ്ങളുടെ ഡോക്യുമെൻറ്റിൽ വെരി ക്ലിയർലി ഇറ്റ് ഈസ് റിട്ടൺ ദാറ്റ് നോ ഇൻക്രീസ് ഇൻ റെൻറ്റ് for this particular year and apparently നമ്മുടെ ഈ ഏരിയയിലുള്ള ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻറ്റ് എത്രയാണോ ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞേക്കണേ അതിനേക്കാളും കൂടുതലാണ് ഇയാൾ റിന്യൂവലിന് ചോദിക്കുന്നതും. ഇഫ് വി ആർ നോട്ട് റിന്യൂവിങ് ആൻഡ് ദ ന്യൂ പീപ്പിൾ ഹു ആർ കമ്മിങ് ഹിയർ ദേ ഹാവ് ടു പേ വെരി മച്ച് മോർ ദാൻ ദാറ്റ്. സോ ഹൗ ഇസ് ദാറ്റ് ഫെയർ? ദാറ്റ് ഇസ് നോട്ട് ഫെയർ. സോ
ദിസ് ഈസ് എ വെരി ഗുഡ് ന്യൂസ് ദറ്റ് ഐ വോണ്ടഡ് ടു ഷെയർ വിത്ത് ഓൾ ഓഫ് യു. എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ഈ റെൻറ്റ് കൂട്ടുന്നു ജനുവരി എനിക്ക് തോന്നുന്നു സെക്കൻഡ് വീക്കിൽ അറിഞ്ഞപ്പോൾ തൊട്ടേ ഞാൻ ക്രിബ് ചെയ്തുകൊണ്ടിരിക്കുക. അയ്യോ എന്നും പറഞ്ഞ് ഇതെന്തൊരു കഷ്ടമാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആൻഡ് ദെൻ ഐ ഹവ് ബീൻ ലുക്കിംഗ് ഫോർ ന്യൂ അപ്പാർട്ട്മെൻറ്റ്. ഇറ്റ്സ് ബീൻ വെരി സ്ട്രെസ്ഫുൾ ഓൾസോ ടു ആൻ എക്സ്റ്റെൻറ്റ്. ആൻഡ് സംവെയർ അങ്ങനെ പറഞ്ഞാന്ന് തോന്നുന്നു കറക്റ്റായിട്ട് ഈ വീഡിയോ ഞങ്ങളുടെ മുമ്പിൽ വരികയും വിളിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അറിയാനും പറ്റിയത്. ദാറ്റ് വാസ് വെരി നൈസ് ടു നോ അബൌട്ട് ഇറ്റ്. ഒരു സമാധാനം കിട്ടി. ചുമ്മാ അറിയില്ല, ഒരു മയം വേണ്ടേ ഇവിടെ ഈ ഫ്ലാറ്റിൽ. മൈ പ്രോബ്ലം വിത്ത് ദിസ് ഫ്ലാറ്റ് ഇസ് ദാറ്റ് ഫോർ ദ റെൻറ്റ് വി ആർ പേയിങ് കറൻ്റ്ലി ഇറ്റ് ഇസ് ഫൈൻ, ബട്ട് ആൻ ഇൻക്രീസ് ഈ അപ്പാർട്ട്മെൻറ്റ് വർത്ത് അല്ല. ഈവൻ ഇഫ് ഇറ്റ് ഇസ് ബൈ 5,000 ഇറ്റ് ഇസ് നോട്ട് വർത്ത് ഇറ്റ്. യു നോ വൈ? ബിക്കോസ് ഹാളും ബെഡ്റൂമും മാത്രമാണ് വലുത്. വാഷ്റൂം, കിച്ചണിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഞാനിവിടെ നിന്ന് കട്ട് ചെയ്യുക, ഈ നിൽക്കുന്ന പ്ലേസിൽ ദിസ് ഇസ് ദി ഓൺലി സ്ലാബ് ഐ ഹാവ് ടു വർക്ക്. നമുക്ക് നിന്ന് കട്ട് ചെയ്യാനോ നിന്ന് പണിയെടുക്കാനോ ഉള്ള ഈ ഒരു ചെറിയൊരു സ്ലാബാണ്. അത് ഞാൻ കാണിച്ചുതരാം. 1 2 3 4 കഴിഞ്ഞു. ഇത്രയും ഞാൻ നടന്ന വർക്ക് ഏരിയ തീർന്നു. പിന്നെ ഉള്ളത് അവിടെ ഒരു സിങ്ക് ഉണ്ട്. ആ സിങ്കിൽ ഞാനിപ്പോൾ നിന്ന് പാത്രം കഴുകുകയാണെങ്കിൽ ആശിക്കിന് ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും എടുക്കണമെങ്കിൽ എടുക്കാൻ പറ്റില്ല, ബിക്കോസ് സ്ഥലമില്ല. അങ്ങനെ അത്രയും ചെറിയൊരു കിച്ചണാണ്. പക്ഷേ 2 പേർക്ക് ഇത് മതി എന്ന് ചോദിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകണം. ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ആൻഡ് ദെൻ വി ഹാവ് 2 വാഷ്റൂം. ആ രണ്ടാമത്തെ വാഷ്റൂം എന്തിനാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനി ഇതിൻ്റെ കൂടെയൊക്കെ വേറൊരു കാര്യമുണ്ട്. എൻ്റെ അടുത്ത് ആശിക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ ഭയങ്കരമായിട്ടും ഈ റെൻറ്റിനെ കുറിച്ച് സ്ട്രെസ്ഡായിട്ട് ഇരുന്നപ്പോൾ വാട്ട് ഹി ടോൾഡ് മീ ഈസ് ഐ എം ആക്ച്വലി സ്ട്രെസ്സിങ് ഫോർ നോ റീസൺ. ബിക്കോസ് ഇതിനേക്കാളും കഷ്ടപ്പെട്ട ആൾക്കാർ ജീവിക്കുന്നുണ്ട്, അതായത് ഈ ദുബായിൽ തന്നെ. സോ വി ആർ ആക്ച്വലി ലിവിങ് ഇൻ അവരുടെ മുമ്പിൽ നമ്മളൊരു ലക്ഷറി രീതിയിലാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ ആ ഒരു ആംഗിളിൽ കൂടെ ആലോചിച്ചിട്ട് സമാധാനിച്ചു. കാരണം ഇപ്പോൾ ബാച്ചിലർ റൂംസിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ എന്താ പറയുക, ലൈഫ് ഇസ് ജസ്റ്റ് ഒരു ബെഡ് സ്പേസ്. ആ ഒരു ബെഡ് എത്രത്തോളം ഉണ്ടോ അതാണ് അവരുടെ ലോകം. നമുക്കിവിടെ അൽഹംദുലില്ലാ ഒരു വീടുണ്ട്. 850 ഐ തിങ്ക് സോ 800+ സ്ക്വയർ ഫീറ്റിലൊരു വീടുണ്ട്. വി ഹാവ് എ ഹ്യൂജ് ഹാൾ. ബെഡ്റൂമും കുഴപ്പമില്ല. ജസ്റ്റ് 2 വാഷ്റൂംസ് ആൻഡ് ഈ പറയുന്ന കിച്ചണിലാണ് നമുക്കുള്ളൊരു ബുദ്ധിമുട്ട്. എന്നും പറഞ്ഞ് നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യാതിരിക്കണമില്ല, ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ആലോചിക്കുമ്പോൾ ഐ എം ലൈക്ക് ഓക്കെ, അങ്ങനെ ആലോചിക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. ബട്ട് മൈ പ്രോബ്ലം വിത്ത് ദ ഇൻക്രീസ് ഇൻ റെൻറ്റ് ഇസ് മോർ ദാൻ ഇനഫ്. ഇവിടെ അതിൽ കൂടുതൽ എനിക്ക് കൊടുക്കണതിലായിരുന്നു എൻ്റെ ബുദ്ധിമുട്ട്, മനസ്സിലായ. ദാറ്റ് ഇസ് വൈ ഐ വാസ് ലുക്കിംഗ് ഫോർ അതർ അപ്പാർട്ട്മെൻറ്റ്സ് അങ്ങനെ. ബട്ട് ബാക്കി ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെയാണ്. ഏത് സാലിക്കായാലും പാർക്കിംഗ് ആയാലും ഗ്രോസറി ആയാലും എവറിത്തിങ് ഇസ് എ സെയിം. ദർ ഇസ് നത്തിങ് ന്യൂ അബൌട്ട് ഇറ്റ് എന്ന് പറയാം. പക്ഷേ റെൻറ്റ് ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദിസ് ഇസ് ഫോർ പീപ്പിൾ ഹു ആർ ലിവിങ് ഇൻ ദുബായ്. അതായത് ഷാർജ, അജ്മാൻ ഒന്നുമല്ല, ദുബായ് എന്ന് പറയുന്ന എമിറേറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്കാണ് ഈ ലിങ്ക് ഉപകാരപ്പെടുക. ഓക്കെ, സോ ദ നെക്സ്റ്റ് തിങ് ഐ വോണ്ട് ടു ഡിസ്കസ് ഇസ് ദാറ്റ് ലൈക്ക് ലാസ്റ്റ് വീഡിയോയിൽ ഐ ടോൾഡ് യു റൈറ്റ്, എനിക്കൊരു ലൈസൻസ് ഉണ്ട്, ചെറിയ പൈസ ഒന്നും കൊടുത്തല്ല നമ്മളത് മേടിച്ചതെന്നും. ഐ സ്പെൻഡ് ലൈക്ക് 10,000 dirhams ടു ഗെറ്റ് എ ലൈസൻസ് ഇൻ UAE. സോ ബേസിക്കലി എനിക്ക് നാട്ടിൽ ലൈസൻസ് ഇല്ല, എനിക്ക് ഓടിക്കാനറിയില്ല നാട്ടിൽ. നാട്ടിൽ ഓടിക്കാറില്ല എന്നല്ല, എനിക്ക് ഓടിക്കാനേ അറിയണ്ടായിരുന്നില്ല. സോ ദ ഫസ്റ്റ് ലൈസൻസ് ഐ ടുക്ക് ഇസ് ഫ്രം UAE. അതുകൊണ്ട് തന്നെയാണ് അത് 10,000 dirhams ആയത്. അത് ഒരു വലിയ കഥയാണ് ആ ലൈസൻസ് എടുക്കുന്നത്. ലൈസൻസ് എടുത്ത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ റീസെൻ്റ്ലി ആണ് ലൈസൻസ് എടുത്തത്. ഒരിക്കലില്ല, അത് റിന്യൂ വരെ ചെയ്തു, എന്നിട്ടാണ് ഞാൻ ഓടിക്കാത്തത്. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എന്താ ഞാൻ ഓടിക്കാത്തത് ലൈസൻസ് എടുത്ത് വെച്ചിട്ട് വൈ ആർ യു നോട്ട് ഡ്രൈവിംഗ്. എവ്രി വൺ ഹൂ നോസ് മീ ആസ്ക്സ് മീ ദിസ്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് എനിക്ക് 2020 ഇതിപ്പോൾ ഏതാ 25 അല്ലേ, 23 ഓഫ് ജാനിലാണ് എനിക്ക് ലൈസൻസ് കിട്ടണം. കിട്ടിയ ഉടനെ ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഒരു 2-3 months വി ഹാഡ് എ റെൻറ്റ് കാർ. ഈ ഫ്ലാറ്റിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇങ്ങോട്ടേക്ക് ഞാനും ഉമ്മയുമാണ് എല്ലായിടും വണ്ടി ഓടിച്ച് പോണതും. ഞാൻ ഡ്രൈവ് ചെയ്യും, ഉമ്മ എൻ്റെ കൂടെ ഇരിക്കും. സോ ഐ യൂസ് ടു ഡ്രൈവ്, ഐ വാസ് എ പേഴ്സൺ വാസ് ഡ്രൈവിങ്. ആൻഡ് ദെൻ ഈ ഓടിച്ചുകൊണ്ടിരുന്നത് സണ്ണി തന്നെയാണ്. സോ എന്ത് പറ്റി ഇപ്പോൾ തീരെ വണ്ടി ഓടിക്കാത്തതെന്ന് ചോദിച്ചാൽ ഭയം. ഐ എം
I don't know, like the exact word to say is I am petrified of driving. ഞാൻ പറഞ്ഞില്ലേ ഈ നിസാൻ സണ്ണിയാണ് നമ്മൾ ഇനീഷ്യലി ഒരു 2-3 months I drove, and then after that നമ്മൾ ഈ കുറേ നാൾ ഞാൻ അൽത്താറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും ഹൈബ്രിഡ് വർക്ക് കൾച്ചർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടി ഓടിക്കേണ്ടി വന്നിട്ടില്ല. ആൻഡ് ദെൻ നമ്മൾ എക്സ്ട്രയിൽ എടുത്തിട്ട് I might have hardly drove like 3-4 times. So the difference is Sunny is a കുട്ടി, ഐ മീൻ ചെറിയ കാർ, ആൻഡ് എക്സ്ട്രീൽ ഇസ് എ ബിഗർ കാർ. എനിക്ക് അതിൻ്റെ ഒരു വശം അങ്ങോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യം. ആൻഡ് ദാറ്റ് ഫിയർ ഹാസ് ബിക്കം സോ എന്താ പറയുക, ഭയങ്കരമായിട്ടും കൂടി എന്നൊക്കെ പറഞ്ഞാൽ ഐ വിൽ ഫൈൻഡ് എവറി സിംഗിൾ റീസൺ നോട്ട് ടു ഡ്രൈവ്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, മെട്രോയിൽ കയറി വീഴാൻ പോയി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എനിക്ക് എന്നോട് തന്നെ ദേഷ്യവും പുച്ഛമൊക്കെ തോന്നിയിട്ടും ഞാൻ അന്ന് മെട്രോയിൽ ഞാൻ ഒന്ന് ഉറപ്പിച്ച്, ഞാൻ മെട്രോയ്ക്കകത്ത് നിൽക്കുമ്പോൾ ഞാൻ മറ്റേ ദൃഢനിശ്ചയത്തിലാണ് ദാറ്റ് നെക്സ്റ്റ് ഡേ, ഫ്രം ദ വെരി നെക്സ്റ്റ് ഡേ ഐ വിൽ സ്റ്റാർട്ട് ഡ്രൈവിങ്. നാളെ ഞാനായിരിക്കും ഓഫീസിൽ വണ്ടി ഓടിച്ച് പോവുക എന്നൊക്കെ ഉള്ളൊരു മൈൻഡായിരുന്നു മെട്രോയ്ക്കകത്ത്. എന്നിട്ട് സ്റ്റേഡിയത്ത് ആഷിക്ക് എന്നെ പിക്കാൻ വന്നപ്പം ഞാൻ ഈ ചൊറിഞ്ഞ മൂഡിലായപ്പോൾ ആഷിക്കിനടുത്ത് പറഞ്ഞു, ദിസ് ഈസ് ദ റൈറ്റ് ടൈം ഫോർ യു, ടേക്ക് ദ കാർ. ഇനി ഇതേ കൂടുതൽ ആഷിക്കിൻ്റെ അടുത്ത് എപ്പോഴും പറയും കേട്ടോ, വണ്ടി എടുക്ക് എന്നൊക്കെ പറയും. സ്റ്റേഡിയത്തിൽ നിന്ന് എടുക്കാനൊക്കെ പറഞ്ഞിട്ടും അത്ര നേരം മറ്റേ ഇനി തൊട്ട് ഞാൻ വണ്ടി ഓടിച്ചിരിക്കുന്ന പറഞ്ഞ് ഞാൻ ചാവി കയ്യിൽ തന്നപ്പോൾ ഞാൻ മേടിച്ചില്ല. ഐ ലൈക്ക് നോ, ഐ വിൽ നോട്ട് ഡ്രൈവ്. എൻ്റെ ഇപ്പോഴത്തെ മൂഡ് ശരിയില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ മൂഡ് ശരിയല്ല എന്നുള്ളൊരു പേരിലിട്ടു. സോ വാട്ട് ഹാപ്പൻസ് ഇസ് എവറി ടൈം ദിസ് ഡ്രൈവിംഗ് തിങ് കംസ് അപ്പ്, ഐ ഫൈൻഡ് ആൻ എക്സ്ക്യൂസ് to not drive. That is because inside I'm scared. ഈ പേടി എന്ന് പറയണത് എന്തിനു പേടിയെന്ന് ചോദിച്ചാൽ, ഇത് എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കൂ, അല്ലെങ്കിൽ ഞാൻ കുറച്ചിപ്പം എടുത്താലും ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് ഓടിക്കണം. സോ ഡെഫിനറ്റ്ലി വേറെ ആൾക്കാരും റോഡിൽ ഓടിക്കുന്നുണ്ടല്ലോ, അവർക്കതൊരു ബുദ്ധിമുട്ടാണ്. I don't know, I am overthinking it maybe. So all these reasons I find it very, I don't know how to overcome. So this year എൻ്റെ മനസ്സിൽ I genuinely want to start driving. So if നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെപ്പോലെ ആണെങ്കിൽ അല്ലെങ്കിൽ ആയിരുന്നു എങ്കിൽ please let me know what you did to overcome this fear. Just don't tell me like എന്താ പറയുക, എടുത്തങ്ങ് ഓടിക്കണം, ഇടിക്കണമെങ്കിൽ ഇടിക്കട്ടെ. ഇപ്പം എനിക്കൊന്നും പറ്റാണ്ട് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് കുഴപ്പമില്ല, അങ്ങനെ പറയണ്ട. കാരണം അതിവിടെ ഡെയിലി ഒരാൾ പറയുന്നുണ്ട്, ആഷിക്ക്. വാട്ട് അതർ സജഷൻസ് ഡു യു ഹാവ് ടു ടെൽ മീ ടു സ്റ്റാർട്ട് ഡ്രൈവിംഗ്? പ്ലീസ് ലെറ്റ് മീ നോ. ഐ വുഡ് ഡെഫിനറ്റ്ലി വുഡ് ലൈക്ക് ടു ഹിയർ ദാറ്റ്. അതിപ്പം എന്താ സംഭവം എന്നറിയോ, ചെറുതായിട്ട് ഈ വീട്ടിൻ്റെ മുറ്റത്തോട്ടെടുക്കാൻ പോലും എനിക്ക് പേടിയാണ്. ചുമ്മാ പുറത്തോട്ടെങ്കിലും എടുത്ത് ഓടിക്ക് ആഗ്രഹമുണ്ട് ഗൈസ്, സത്യമായിട്ടും മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിലും വണ്ടി കയറിക്കുമ്പോൾ പേടിയാണ്. എനിക്ക് തോന്നുന്നു വാട്ട് ഹാപ്പൻഡ് ഇസ് എസ്പെഷ്യലി ചിരിക്കാൻ കാര്യം എന്താണെന്നറിയോ, ഞാൻ ഈ കണ്ടൻറ് ഇട്ടിട്ടുണ്ട് എൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം. കഴിഞ്ഞ വർഷം എൻ്റെ ഇതായിരുന്നു, പൊളിക്കും ഞാൻ ഇനി ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് ഓടിക്കും, തേങ്ങ മാങ്ങാന്നും പറഞ്ഞ വലിയ കാര്യത്തിൽ വണ്ടി എടുത്തില്ല. വീട്ടിൻ്റെ താഴെ തന്നെ പാർക്കിംഗ് സ്പേസിൽ ഐ വാസ് ലേണിംഗ് ടു പാർക്ക്. എന്നിട്ട് ബാക്കി കഥ നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുള്ളതല്ലേ? കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടിട്ട് വരും, ഞാനിവിടെ കൊടുക്കാം. സോ അതിനും കൂടെ ശേഷം അയ്യോ അതിപ്പോഴും എന്നെ പറഞ്ഞ് കളിയാക്കും. എന്താ അല്ലേ ഓരോ മനുഷ്യന്മാരുടെ ദുഃഖങ്ങൾ. അതായത് ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഞാൻ ഐ സ്റ്റാർട്ടഡ് എ ക്ലോത്തിങ് ലേബൽ ആൻഡ് അങ്ങനത്തെ കുറച്ച് പരിപാടികൾ എനിക്കുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഞാനിത് എങ്ങനെയാണ് ചെയ്യണേ? നിങ്ങൾക്കും ഇഫ് സമ്മൺ ലൈക്ക് മീ ക്യാൻ ഡൂ ദിസ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് യു വാണ്ട് സം ഹെൽപ്പ് ഓർ എ പുഷ്, ഇഫ് ഐ പുട്ട് കണ്ടൻറ്റ് ഓൺ ദാറ്റ്, വുഡ് യു ബി ഇൻട്രസ്റ്റഡ്? അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയിൽ കഥ പോലെ ഐ വിൽ ടെൽ യു വാട്ട് ഐ ഡിഡ് ടു സ്റ്റാർട്ട് ആൻഡ് വാട്ട് ഐ എം സ്റ്റിൽ ഡൂയിങ്. എന്തൊക്കെ ചെയ്യണോ, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഐ എം ഓൾസോ ലേണിങ്.
വാട്ട് ടു ഡു വാട്ട് നോട്ട് ടു ഡു. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാൻ ഭയങ്കര സക്സസ്ഫുൾ അങ്ങനെയൊന്നുമില്ല. ഒരു 20 ഉടുപ്പ് വിറ്റു. ബട്ട് യാ, അങ്ങനെയുള്ളൊരു ഇതായതുകൊണ്ട് നിങ്ങൾക്കും തുടങ്ങാം എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കോമെൻറ്റ്. ആൻഡ് അതും ഞാൻ പയ്യെ ഇതേപോലത്തെ വീഡിയോസായിട്ട് ഐ വിൽ സ്റ്റാർട്ട് ഡൂയിങ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, പ്ലീസ് ലെറ്റ് മീ നോ. സോ അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കുക്കിങ്ങിലേക്ക് കടക്കട്ടെ. കുക്കിംഗ് ഞാൻ നിങ്ങൾക്ക് കാണിക്കണില്ല, കാരണം വേറെ ഒന്നുമില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയ അതേ സാധനമാണ്. ബീട്രൂട്ട്, ക്യാരറ്റ് ആൻഡ് ചിക്കൻ വേവിക്കണം ആൻഡ് ചീര. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ. ചമന്ന കൈ ഗൈസ്.